പുരാണങ്ങളിൽ പറയുന്ന പ്രകാരം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമനാണ് കേരളത്തെ സൃഷ്ടിച്ചത്. ലോകം മുഴുവൻ അധർമ്മം നിറഞ്ഞിരുന്ന കാലത്ത് പരശുരാമൻ ക്ഷത്രിയരെ ജയിച്ച് ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് നൽകി. പക്ഷേ പിന്നീട് തന്നെ ചെയ്ത് രക്തപാതം മോചിപ്പിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് അദ്ദേഹം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചത്. വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന് പറഞ്ഞു, പടിഞ്ഞാറോട്ട് കടലിന്റെ അരികിൽ നിന്ന് നിന്റെ പരശു കൊടാലി എറിയുക, അത് വീഴുന്നിടത്തോളം ഭൂമി ഉയർന്നു വരും. പരശുരാമൻ കടലിന്റെ തീരത്ത് നിന്നു തൻ്റെ കൊടാലി എറിഞ്ഞു. അത് വീണതു ഗോകർണത്തിൽ നിന്നും കന്യാകുമാരി വരെ. അങ്ങനെ കടലിൽ നിന്നും ഉയർന്നു വന്ന ആ ഭൂമിയെ വിളിച്ചു കേരളം. ആദ്യകാലത്ത് കേരളം മുഴുവനും വെള്ളത്തിൽ മുങ്ങിയ കാടുകളായിരുന്നു. അനവധി നദികളും തടാകങ്ങളും വനങ്ങളും നിറഞ്ഞ നിലം. പതുക്കെ മനുഷ്യർ ഇവിടെ കുടിയേറി ജീവിതം തുടങ്ങി. ബ്രാഹ്മണർക്ക് ഭരിക്കാനായി പരശുരാമൻ ക്ഷണിച്ചപ്പോൾ അവർക്ക് നാട്ടിൽ ക്ഷേത്രങ്ങൾ പണിതു സംസ്കാരവും ശാസ്ത്രങ്ങളും പ്രചരിപ്പിച്ചു. അങ്ങനെ കേരളത്തിൽ ഒരു പ്രത്യേക സംസ്കാരം രൂപപ്പെട്ടു. കാലങ്ങളായി കേരളം പല കഥകളും ചരിത്രങ്ങളും പറയുന്ന ഒരു നാട്ടായി മാറി. മഹാകാവ്യങ്ങളിൽ സമുദ്രങ്ങളിൽ നിന്നുയർന്ന ഈ ഭൂമി പാരശുരാമ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് കാലം കടന്നുപോകുമ്പോൾ ചെറു ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. വൻ സാമ്രാജ്യങ്ങൾ വന്നുപോയി. വ്യാപാരികളും യാത്രക്കാരും കടൽ വഴിയെത്തിയ അന്യദേശക്കാരും ഇവിടം കണ്ടു വിസ്മയിച്ചു. പക്ഷേ കേരളത്തിൻ്റെ അടിത്തറയായ കഥ ഇന്നും അതേപോലെ. പരശുരാമൻ കടലിൽ നിന്നും ഉയർത്തിയ ഭൂമി. അതുകൊണ്ടാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത്. കടലിൻ്റെ കാറ്റും മലകളുടെ മൂടൽ മഞ്ഞും നദികളുടെ സംഗീതവും എല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ ലോകത്ത് അപൂർവമായി കിട്ടുന്നൊരു ഭൂമി ഇവിടത്തെ. ഇതാണ് കേരളത്തിൻ്റെ ജനനകഥ.